ഓക്കെ, കൊളിഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളിഷൻ നോക്കി. ഓക്കെ, കൊളിഷൻ ആർ ഓഫ് ടു ടൈപ്സ് എന്ന് പറഞ്ഞു. ടു ടൈപ്സ് അല്ല, മൂന്നാമത്തെ ടൈപ്പ് കൂടി ഉണ്ട്, റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് കൊളിഷൻ കഴിഞ്ഞ് വരുമ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ കൊളിഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ രണ്ട് കാര്യമായിരുന്നു: ലബോറട്ടറി കോർഡിനേറ്റും അതുപോലെ തന്നെ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റും. ഓക്കെ, CM കോർഡിനേറ്റും ലബോറട്ടറി കോർഡിനേറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി സിസ്റ്റത്തിലും സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിലും നമുക്കവിടെ വെലോസിറ്റിയിലും കൈനറ്റിക് എനർജിയിലൊക്കെ ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻസ് നമുക്ക് ഇവിടെ പഠിക്കണം. അപ്പോൾ ഇതിൽ വരുന്ന കൈനറ്റിക് എനർജി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തീറ്റ ആൻഡ് ഫൈ, ഇക്വേഷൻസ് ഫോർ തീറ്റ ആൻഡ് ഫൈ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ കുറച്ച് ഡെറിവേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊരു എടുത്ത് പറഞ്ഞ രീതിയിൽ ഡെറിവേഷൻ ഇല്ല, ശരിക്കും ഒരു കമ്പാരിസൺ ഡെറിവേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. കൈനറ്റിക് എനർജി ഇൻ ലബോറട്ടറി ആൻഡ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം, ഇങ്ങനെ ഓരോ രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് ടോപ്പിക്സിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഈ ഒരു സെക്ഷൻ എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ആ ഒരു ഗൈഡ് ബേസ് ചെയ്താണ് നോക്കുന്നത്. അപ്പോൾ നോട്ട്സിനെക്കാട്ടി കുറച്ചുകൂടി ക്ലിയർ ആ ഒരു ഗൈഡിലുണ്ട്. ഈ ഒരു ചാപ്റ്റർ കൂടുതൽ ആ ഗൈഡ് നോക്കി പഠിക്കുന്നതന്നെയാണ് കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, ഡിഫറൻസ് ഇക്വേഷൻ ഓഫ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ വരുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് നമുക്കിത് നോക്കേണ്ടത്. ചാപ്റ്റർ ചെറുതാണ്, പക്ഷെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം. മൊത്തത്തിൽ എന്താണ് പഠിക്കുന്ന ഒരു മൊത്തത്തിൽ ടോട്ടലി ഒരു കൺഫ്യൂഷൻ അവിടെ തോന്നാം. അത് കുഴപ്പമില്ല, നമുക്ക് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം, എങ്ങനെയാണ് സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുന്നത് നമുക്ക് അവിടെ നോക്കാം. അതിന്റെ വെലോസിറ്റിയുടെ ഡിഫറൻസ്, വെലോസിറ്റിയുടെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു കൊളിഷൻ നടക്കുന്നത് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ്, ഏറ്റവും കുറഞ്ഞ സമയത്താണ് കൊളിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ കൊളിഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സിനെ കാട്ടി, അല്ലെങ്കിൽ കൊളിഷൻ നടക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ഫോഴ്സിനെ കാട്ടി ഒരു എക്സ്ട്രാ ഫോഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കൊളിഷൻ എന്ത് ചെയ്യാം? ഡിഫറെന്റ് പാർട്സ് ആയിട്ട് അവിടെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. ഈ ഒരു മോഷൻ ഡിഫറൻസ് കേസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പോകും. ഒരു രണ്ട് പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്താലും അവിടെ എന്ത് ചെയ്യാം? രണ്ടോ അതിൽ കൂടുതലോ പാർട്ടിക്കിൾസ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഓക്കെ, സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു കൊളിഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഇതില് ഈ ഒരു ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം കൺസിഡർ ചെയ്യണം. ഓക്കെ, ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ M2 എന്ന് പറയുന്ന ഇവിടെ നമ്മളിപ്പോൾ M2 എന്നൊരു മാസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, M2 മാസ് നമ്മളിവിടെ M2 നെയിം ചെയ്യുന്നു. അപ്പോൾ ഈ M2 മാസിൽ എന്ത് ചെയ്യുന്നു? ഇതാണ് ടാർജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടാർജറ്റ്. അപ്പോൾ ഇവിടത്തോടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വേറൊരു പാർട്ടിക്കിളിനെ കൊണ്ടുവച്ച് ഹിറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ M2 എന്ന് പറയുന്ന ഇതില് നമ്മൾ വേറൊരു പാർട്ടിക്കിൾ കൊണ്ടുവച്ച് എന്ത് ചെയ്യുവാണ്? ഇവിടെ ഹിറ്റ് ചെയ്യിപ്പിക്കുവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിലൊന്ന് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ മാസ് M1 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, കൺസിഡർ പാർട്ടിക്കിൾ ഓഫ് മാസ് M1 മൂവിങ് വിത്ത് എ വെലോസിറ്റി U1. U1 വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു? വന്ന് ഈ M2 എന്ന് പറയുന്ന ഈ ഒരു മാസിൽ ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ M2 മാസ് നമ്മുടെ ടാർഗറ്റ് മാസ് ആണ്, ആൻഡ് U1 ആണ് ഇവിടുത്തെ വെലോസിറ്റി. ഓക്കെ, M1 മാസ് നേരെ M2 മാസിലോട്ട് വന്ന് ഹിറ്റ് ചെയ്തു വിത്ത് വെലോസിറ്റി U1. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിക്കിൾ മാസ് M2 റെസ്റ്റിംഗ് പൊസിഷനിലാണ്. ഓക്കെ, M2 റെസ്റ്റിംഗ് പൊസിഷനിലാണ്, വെറുതെ ഇരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിൽ നമ്മളൊരു ഫുട്ബോൾ വെച്ചിരിക്കുന്നു. ഓക്കെ, നമ്മൾ ആ ഫുട്ബോൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ കാലുകൊണ്ട് കിക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഫുട്ബോൾ റെസ്റ്റിലാണ്, നമ്മുടെ ലെഗ് ആണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തിൽ അവിടെ എന്താണ് ചെയ്യുന്നത്? M1 മാസ് നേരെ ഒന്ന് U1 വെലോസിറ്റിയിൽ M2 ഒന്ന് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ലബോറട്ടറി ഫ്രെയിമിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു M2 നമുക്ക് അവിടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ ഈ M2 മാസ് ഉണ്ടല്ലോ, ഈ M2 മാസിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇൻ ദ ലബോറട്ടറി ഫ്രെയിം വി ആർ കൺസിഡറിങ് ദ M2 റെസ്റ്റിലിരിക്കുന്ന ഈ ഒരു മാസിന്, അതായത് ലബോറട്ടറി ഫ്രെയിംസ് എപ്പോഴും എന്തായിരിക്കും? റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കും. ഓക്കെ, ലബോറട്ടറി ഫ്രെയിംസ് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് റെസ്റ്റിലായിരിക്കും. ഇനി സെന്റർ ഓഫ് മാസ് വരുന്ന സമയത്ത് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസുകളാണ് സെന്റർ ഓഫ് മാസിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ M2 എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിക്കിൾ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യും, ആൻഡ് ഇത് എന്താണ്? വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പൊ ഈ റെസ്റ്റ് ഇരിക്കുന്ന സമയത്ത് ഈ M1 ഹിറ്റ് ചെയ്യുന്നു. ഇത് നേരെ എന്ത് ചെയ്യാം? രണ്ട് പാർട്ടിക്കിൾസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇത് ചിതറിപ്പോകും. ഓക്കെ, രണ്ട് പാർട്ടിക്കിൾസ് മീൻസ് ഇവിടെ നിന്ന് ഇപ്പോൾ M2 ആണ്, ഒരു സൈഡിലോട്ട് M2 പോകും, അടുത്ത സൈഡിലോട്ട് എന്ത് ചെയ്യും? ഈ വന്ന M1 പോകും. ഓക്കെ, ഇവിടെ പൊട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം? ഇവർ രണ്ട് സൈഡിലോട്ട് ചിതറി പോവുകയാണ്. ഓക്കെ, സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സ്കാറ്ററിംഗ് സെക്ഷൻ ലൈക്ക് സ്കാറ്ററിംഗ് നമുക്ക് എന്ത് ചെയ്യാം 2 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമ്മൾ ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ ഒരു ഫൈ എന്ന് പറയുന്ന ആംഗിളും അതുപോലെ തന്നെ ഇവിടെ ഒരു ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിളും എന്ത് ചെയ്യുന്നുണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫൈ എന്നൊരു ആംഗിളും ആൽഫ എന്നൊരു ആംഗിളും അവിടെ എന്ത് ചെയ്യാണ് ഫോം ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തത് 2 പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു ആ M1 മാസ് ഉള്ളത് ഇങ്ങോട്ടായിട്ടും M2 മാസ് ഉള്ളത് ഈ ഒരു ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ട്. ആ സ്കാറ്റർ ചെയ്ത ആംഗിൾസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഫൈ എന്നും ആൽഫ എന്നും ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ ഡയറക്ഷൻ ഇതില് M1 നേരെ ഒന്നുകൂടെ ഹിറ്റ് ചെയ്തു. എന്ത് ചെയ്തു? ആ 2 ആയിട്ട് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെലോസിറ്റി എന്തായിരിക്കും? ഈ ഒരു സമയത്ത് വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ വെലോസിറ്റി V1 ആയിരിക്കും. U എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ നമുക്ക് M2 ന് വെലോസിറ്റി ഇല്ല. കാരണം M2 എന്തിലായിരുന്നു? റെസ്റ്റിംഗ് പൊസിഷനിലായിരുന്നു. ഓക്കെ. Uന്റെ വെലോസിറ്റി നമുക്കിവിടെ M1 ന്റെ വെലോസിറ്റി U1 എന്ന് കൊടുക്കാം. ബട്ട് M2 ന്റെ വെലോസിറ്റി എന്തായിരിക്കും? M2 ന്റെ വെലോസിറ്റി നമുക്കവിടെ ദാറ്റ് വിൽ ബി 0 ആയിരിക്കും. കാരണം U2 ന്റെ വെലോസിറ്റി U2 അല്ലേ? M2 മാസ് U2 വെലോസിറ്റി ആയിരിക്കും. അതെന്തായിരിക്കും? വിച്ച് വിൽ ബി 0 ആയിരിക്കും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് കാരണം M2 റെസ്റ്റിംഗ് പൊസിഷനിലായിരുന്നു. ഓക്കെ. ഇനിഷ്യലി അവിടെ വെലോസിറ്റി ഇല്ല. പക്ഷേ ഈ ഒരു കോളിഷൻ കഴിഞ്ഞ സമയത്ത് M1 ന്റെ വെലോസിറ്റി എന്തായിട്ട് മാറി? ആ M1 ന്റെ വെലോസിറ്റി അവിടെ V1 ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ. V1 ആയിട്ട്. അതുപോലെ തന്നെ M2 ന്റെ വെലോസിറ്റി എന്തായിട്ട് മാറി? അത് അവിടെ V2 ആയിട്ട് മാറി. കാരണം എന്ത് ചെയ്തു? ആ ഒരു സമയത്ത് വന്ന് ഹിറ്റ് ചെയ്തു. ഹിറ്റ് ചെയ്ത സമയത്താണ് എന്ത് ചെയ്തത്? വെലോസിറ്റിയിൽ ചേഞ്ച് ചെയ്ത് അത് മൂവ് ചെയ്ത് സ്കാറ്റർ ചെയ്ത് പോയത്. ഓക്കെ. അപ്പോൾ ഇതാണ് അവിടുത്തെ വെലോസിറ്റി. M1 ന്റെ വെലോസിറ്റി V1 ഉം M2 ന്റെ വെലോസിറ്റി അവിടെ V2. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് എടുത്ത് പറയാത്തതുകൊണ്ട് ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു വെലോസിറ്റി കൺസെപ്റ്റ് അത് ലബോറട്ടറി കോർഡിനേറ്റ് ആണെങ്കിൽ ഒരു ടാർഗറ്റ് മാസ് റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കും. അവിടെയാണ് നമ്മൾ ഒറിജിനലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചിരിക്കണം. എന്നാലും നമുക്കിവിടെ U1 വെലോസിറ്റി ഉണ്ടെന്നും U2 വെലോസിറ്റി 0 ആണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓർത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൽ പറഞ്ഞില്ലേ M1 മാസ് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. M2 മാസ് ഈ ഡയറക്ഷനിലോട്ട് സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കാറ്ററിംഗ് നടന്നു. ഇനി ഇവിടുത്തെ ടോട്ടൽ കൈനറ്റിക് എനർജി. ഓക്കെ. ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ ദ 2 പാർട്ടിക്കിളിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്തായിരുന്നു? T0 എന്ന് എടുക്കാം. ഓക്കെ. സ്കാറ്ററിംഗിന് മുന്നേ ഉള്ള ബിഫോർ സ്കാറ്ററിംഗ് ഈ ഒരു കൈനറ്റിക് എനർജി ഓക്കെ സിസ്റ്റത്തിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ടോട്ടൽ കൈനറ്റിക് എനർജി അവിടെ നമുക്ക് T0 ആയിരിക്കും. ഓക്കെ. ദാറ്റ് വിൽ ബി T0. T0 ആണ് അവിടുത്തെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇനി ഇതൊരു എലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയിരുന്നുവെങ്കിൽ സ്കാറ്ററിംഗ് നമുക്ക് 2 രീതിയിൽ നടക്കാം. അല്ലെങ്കിൽ കോളിഷൻ നമുക്ക് 2 രീതിയിൽ നടക്കാം. ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയിരുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. അപ്പോൾ E ഈസ് ഈക്വൽ ടു T0 പ്ലസ് U എന്ന് കൊടുക്കാം. ഓക്കെ. T0 പ്ലസ് U എന്ന് കൊടുക്കാം. അതെന്താണ്? ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ്. കാരണം ടോട്ടൽ എനർജി ഇലാസ്റ്റിക് സ്കാറ്ററിംഗിൽ എപ്പോഴും ടോട്ടൽ എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ടോട്ടൽ എനർജി അവിടെ കൺസേർവ്ഡ് ആയിരിക്കും. ഇനി ഇതിപ്പോൾ ഒരു കൊളിഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ M എന്ന് പറയുന്ന ഈ ഒരു മാസ് ഒരുപാട് ഒരു ഇൻഫിനിറ്റി ഡിസ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അവിടെ പൊട്ടൻഷ്യൽ നമുക്ക് 0 എന്ന് എടുക്കാം. ഓക്കെ. പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും 0 എന്നാണ് എന്ത് ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് യുവിന്റെ വാല്യൂ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0 ആയിട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ആ ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു T0 ആയിട്ട് മാറും. ഓക്കെ. ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു T0 ഫോർ എ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഓക്കെ. ഇതെന്തായിരുന്നു? ഇതെല്ലാം ഇനിഷ്യൽ കേസ് ആണ്. ഓക്കെ. ഇനിഷ്യലി വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള കാര്യം നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ. സ്കാറ്ററിംഗിന് മുന്നേ ഉള്ള കാര്യം മനസ്സിലായല്ലോ? അത് സ്കാറ്ററിംഗ് അതാണ് ഇങ്ങനെ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സ്കാറ്ററിംഗിന് മുന്നേ വന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ. സ്കാറ്ററിംഗ് തൊട്ട് മുമ്പ് നടന്നത്. ഇനി സ്കാറ്ററിംഗിന് ശേഷം എന്ത് സംഭവിച്ചു? സ്കാറ്ററിംഗിന് ശേഷം കൈനറ്റിക് എനർജി 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ T0യിൽ വന്ന് ഹിറ്റ് ചെയ്ത ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി സ്കാറ്ററിംഗ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം അത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് അവിടെ എന്തെന്ന് കിട്ടാം? അതായത് കൈനറ്റിക് എനർജി ഓഫ് ദ 2 പാർട്ടിക്കിൾ എന്തായിരിക്കും? T1 ആൻഡ് T2 ആയിരിക്കും. ഓക്കെ. T1 ആൻഡ് T2 ആയിരിക്കും അവിടുത്തെ കൈനറ്റിക് എനർജിയുടെ വാല്യൂസ്. അപ്പോൾ ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്? കൈനറ്റിക് എനർജി 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. നമ്മൾ ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് M1 മാസ് ഉള്ളതിന്റെ T1 എന്നും M2 മാസ് ഉള്ളതിന് നമുക്കിവിടെ T2 എന്ന് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ 2 പാർട്ടിക്കിൾസ് ബിഫോർ കൊളിഷൻ. അപ്പോൾ ഇത് കൊളിഷൻ സമയത്ത് അല്ലെങ്കിൽ കൊളിഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് എന്ത് കൈനറ്റിക് എനർജി ഇത് നമുക്ക് വേണമെങ്കിൽ
ഈ ഒരു കേസ് T1 ആൻഡ് T2നെ നമുക്ക് ബിഫോർ കൊളിഷൻ എന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഒരെണ്ണത്തിന്റെ കൈനറ്റിക് എനർജി 0 ആയിരിക്കും എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T1 T2നെ നമുക്ക് എന്ത് ചെയ്യാം ബിഫോർ കൊളിഷൻ എന്ന് വേണമെങ്കിൽ അവിടെ എടുക്കാൻ സാധിക്കും. ഓക്കെ, ടോട്ടൽ കൈനറ്റിക് എനർജി T0 ആണ്. ഓക്കെ, T0 is equal to T1 plus T2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. T0 which will be equal to T1 plus T2 കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു സമയത്ത് ഒരു കണ്ടീഷൻ കൂടി പറയണം. അതായത് T2ന്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം M2 മാസ് മൂവ് ചെയ്യുന്നില്ല. സോ ഇനിഷ്യലി എന്ത് ചെയ്തു അത് 0 ആണെന്ന് കൊടുക്കാം. അങ്ങനെ നമുക്ക് T1 is equal to T0 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ആഫ്റ്റർ കൊളിഷൻ ശേഷം ഇവിടെ നടന്ന പ്രോസസ്സായിട്ട് T1 സ്മോൾ T1 സ്മോൾ T2 കൊടുക്കേണ്ടി വരും. ഓക്കെ, സ്മോൾ T1 സ്മോൾ T2 അതായത് ബിഫോർ കൊളിഷനിൽ അവിടെ T1 ഉം T2 ആയിരുന്നു കൈനറ്റിക് എനർജി. ആഫ്റ്റർ കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം അത് സ്മോൾ T1 ഉം T2 ആയിട്ട് എന്ത് ചെയ്തു കൺവേർട്ട് ചെയ്തു. അത് വേറൊരു കാര്യം, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് കിട്ടും. കാരണം കൺസേർവ്ഡ് ആണ് എനർജി അവിടെ എന്ത് ചെയ്യുന്നു, ടോട്ടൽ എനർജി അവിടെ കൺസേർവ്ഡ് ആണ്. അപ്പോൾ കൺസേർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും, ഇതെല്ലാം ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് T0 വിൽ ബി ഈക്വൽ ടു T1 സോറി സ്മോൾ ടി ആണ്, ക്യാപിറ്റൽ ടി ആണ്, T1 പ്ലസ് T2 will be equal to small T1 plus T2 എന്നായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. ഇത് നമ്മളിപ്പോൾ കൈനറ്റിക് എനർജിയുടെ ടേംസ് അല്ലെങ്കിൽ എനർജിയുടെ ടേംസ് ആണ് എന്ത് ചെയ്തത്, കാരണം മൂവ് ചെയ്ത് വരുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് അവിടെ എടുക്കേണ്ട. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇൻഫിനിറ്റി എന്ന് വരുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യും 0 എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജിയുടെ പാർട്ട് എന്ന് പറയുന്ന ആകെ വരുന്ന അവിടുത്തെ കൈനറ്റിക് എനർജി മാത്രമാണ്. അത് ഇനിഷ്യലി T0 എന്ന് എടുക്കും. T0 മീൻസ് അതിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി. അതിൽ T2ന്റെ വാല്യൂ മേ ബി 0 ആവാം, കാരണം അത് M2 അവിടെ റെസ്റ്റിംഗ് പൊസിഷനിൽ ആണെങ്കിൽ. ഓക്കെ, അതിൽ നമുക്ക് T1 പ്ലസ് T2 കൊടുക്കാൻ പറ്റും, വിച്ച് ഷുഡ് ബി ഈക്വൽ ടു സ്മോൾ T1 പ്ലസ് T2 ആയിരിക്കും. ദിസ് ഈസ് ഫോർ ഇത് ബിഫോർ കൊളിഷനും ഇത് ബിഫോർ കൊളിഷനും ഇത് ആഫ്റ്റർ കൊളിഷന്റെ കേസാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഇലാസ്റ്റിക് കൊളിഷന്റെ കേസിലുള്ള കേസാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്ത് ഇലാസ്റ്റിക് കൊളിഷന്റെ കേസാണ്. ഇതിപ്പോ എലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ T0 is equal to T1 plus T2 is equal to small T1 plus T2 എന്ന് കിട്ടും. ഓക്കെ, ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ. ഇനി സെക്കൻഡ് കണ്ടീഷനിൽ ഫോർ ആൻ ഇനിലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ഇനിലാസ്റ്റിക് കൊളിഷൻസ് ആണെങ്കിൽ ഈ ഒരു വാല്യൂ T1 plus T2ന്റെ വാല്യൂ T1 plus T2 will be greater than that of the small T1 plus T2 ആയിരിക്കും. ഓക്കെ, സ്മോൾ T1 plus T2നെ കാട്ടിയും ക്യാപിറ്റൽ T1 plus T2 എന്തായിരിക്കും, ഗ്രേറ്റർ വാല്യൂടെ ആയിരിക്കും. ഇത് ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഇനി റിയാക്ഷൻ പ്രോസസ് ആണെങ്കിൽ ഇവിടെ നടക്കുന്നത് ഒരു റിയാക്ഷൻ പ്രോസസ് ആണെങ്കിൽ, ഓക്കെ, ഫോർ റിയാക്ഷൻ പ്രോസസ് T1 പ്ലസ് T2 എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ T1 പ്ലസ് T2 ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ ലെസ് ദാൻ വരാം അല്ലെങ്കിൽ ഗ്രേറ്റർ. അത് പാർട്ടിക്കിൾസിന്റെ മാസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രൊഡക്റ്റ് സൈഡിൽ വരുന്ന പാർട്ടിക്കിൾസിന്റെ മാസിനെ പോലെ എന്ത് ചെയ്യും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൈനറ്റിക് എനർജി, ഇനിഷ്യൽ കൈനറ്റിക് എനർജി. കാരണം പുതിയൊരു പ്രോഡക്റ്റ് ആണല്ലോ ഫോം ചെയ്യുന്നത്. നേരത്തെ കേസൊക്കെ ആയിരുന്നെങ്കിൽ ഇലാസ്റ്റിക്കിനും സെയിം പ്രോഡക്റ്റ് ആണ് എന്ത് ചെയ്ത് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂസ് നമുക്ക് ഓൾറെഡി പറയാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ റിയാക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് എന്താണ്, പുതിയൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിന്റെ കൈനറ്റിക് എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അതിന് ഇക്വേഷൻസ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് മേ ബി എന്ത് ചെയ്യാം, ലെസ് ദാൻ വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ. ഓക്കെ, ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ T1 പ്ലസ് T2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്ത 3 കേസ് വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ ലബോറട്ടറി കോർഡിനേറ്റ് കേസിലുള്ള കാര്യം ഒരു ഐഡിയ പറഞ്ഞിരിക്കുന്നത്. ഇനിഷ്യൽ വെലോസിറ്റിയുടെയും അതുപോലെ തന്നെ ആ ഒരു കൈനറ്റിക് എനർജിയുടെയും കേസസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തെ കുറിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ലബോറട്ടറി സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് അവിടെ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തെ കുറിച്ചാണ്. സെന്റർ ഓഫ് മാസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തെ കുറിച്ച് നോക്കാം. ഇതില് ഈ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തില് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇപ്പോൾ ഈ കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് റെസ്റ്റിംഗിലാണ്. ഓക്കെ, നേരത്തെ നമ്മൾ ആ ടാർഗറ്റ് കംപ്ലീറ്റ്ലി റെസ്റ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ സെന്റർ ഓഫ് മാസ് റെസ്റ്റിംഗിൽ വരണമെങ്കിൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യാം, മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ആ ഒരു പാർട്ടിക്കിൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു പാർട്ടിക്കിൾ, ഇതൊരു മറ്റൊരു പാർട്ടിക്കിൾ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ ഇതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. ഓക്കെ, ഈ പോയിന്റിൽ.
ഈ ഒരു പോയിന്റിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഒരു കാര്യം കൂടി, അപ്പൊ ഇവർ തമ്മിൽ സെന്റർ ഓഫ് മാസിന്റെ ഡിഫറൻസ് ഇവിടെ നിന്ന് ഒരു 5 സെന്റിമീറ്ററും ഇവിടെ നിന്ന് ഒരു 5 സെന്റിമീറ്റർ. ഓക്കെ, 5 സെന്റിമീറ്റർ. അപ്പൊ ഇവർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു സിസ്റ്റം ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇവരിങ്ങനെ എവിടെ മൂവ് ചെയ്താൽ ഇവരെ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. കണ്ടോ, ഞാനിത് കംപ്ലീറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴും ഈ സെന്റർ ഓഫ് മാസിന്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും വേരി ചെയ്യുന്നില്ല. സെന്റർ ഓഫ് മാസ് എപ്പോഴും ആ രണ്ടിൽ ഇൻ ബിറ്റ്വീൻ 5 സെന്റിമീറ്റർ ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അപ്പോൾ സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുന്ന ഈ ഒരു പാർട്ടിക്കിൾസിന്റെ, ഇതിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ 2 പാർട്ടിക്കിൾ വെച്ചിട്ട് സെന്റർ ഓഫ് മാസ് പറഞ്ഞു. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ എടുത്താൽ അതിന് അതിൻ്റെതായ സെന്റർ ഓഫ് മാസ് ഉണ്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലാർജ് സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഒരു ലാർജ് സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ. അപ്പൊ ഇതിന് ഇതിന്റേതായ രീതിയിൽ എന്ത് ചെയ്യാം, ദേ ഇവിടെ ഇതിന് സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ സെന്റർ ഓഫ് മാസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഓക്കെ. ഈ ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ഒരിക്കലും എന്ത് ചെയ്ത് വേരി ചെയ്യുന്നില്ല. അത് എവിടെ നമ്മൾ മൂവ് ചെയ്താലും അല്ലെങ്കിൽ ഇങ്ങനെ പോയാലും സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യും, അത് അവിടെ തന്നെ എനിക്ക് റൊട്ടേറ്റ് ചെയ്താലും സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യും, ആ ഒരു പോയിന്റ് തന്നെ അത് ഫിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന്റെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ കേസിൽ സെന്റർ ഓഫ് മാസ്, ഈ കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, റെസ്റ്റിംഗ് പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എടുക്കുന്നത്. റെസ്റ്റിംഗ് പൊസിഷനിലാണ് ഓൾറെഡി. ഓക്കെ. അപ്പൊ ഇതാണ് ഈ ഒരു കൺസെപ്റ്റ്, സെന്റർ ഓഫ് മാസ് മാറുന്നില്ല. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ സെന്റർ ഓഫ് മാസിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യും. ഓക്കെ. ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുന്ന സ്റ്റഡീസ് ചെയ്യുന്നത്. അപ്പോൾ ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് നോക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെന്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ച് കുറച്ചുകൂടി നമുക്ക് ഈ സ്കാറ്ററിംഗ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. കൂടുതൽ നമ്മൾ സെന്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചാണ് എന്ത് ചെയ്യുന്നത്, സ്കാറ്ററിംഗ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നമ്മൾ ഇനി ന്യൂക്ലിയർ ഫിസിക്സിലും അതുപോലെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്തൊക്കെ ഈ ഒരു സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ അതിന്റെ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ഓഫ് സിസ്റ്റം എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിനായിട്ട്, അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞു, ഇവിടെ നമുക്ക് വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, 2 വെലോസിറ്റീസും വരും. ഓക്കെ. വെലോസിറ്റി വിൽ ബി u1 ആൻഡ് u2. അതായത് ഇനിഷ്യൽ പാർട്ടിക്കിൾസിനെയും ഫൈനൽ പാർട്ടിക്കിൾസിനെയും വെലോസിറ്റി എന്ത് ചെയ്യാം, സോറി ഇനിഷ്യൽ പാർട്ടിക്കിൾസിനെ അല്ല, m1 മാസുള്ള ഇപ്പോൾ 2 ഒബ്ജക്റ്റ് ഇവിടെയും ഉണ്ട്. ഓക്കെ. m1 മാസുള്ള ഒരു ഒബ്ജക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ m2 മാസുള്ള മറ്റൊരു ഒബ്ജക്റ്റും ഉണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യാം, വെലോസിറ്റീസ് ഉണ്ടാവും. ഇവിടുത്തെ ബിഫോർ കൊളിഷൻ വെലോസിറ്റി ഞാൻ ഇവിടെ u1 ഡാഷ് എന്ന് കൊടുക്കുവാണ്. ഓക്കെ. u1 ഡാഷ് m1 മാസിന്റെ ബിഫോർ കൊളിഷൻ വെലോസിറ്റി അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ ഇവിടെ u1 എന്ന് കൊടുക്കുന്നുണ്ട്. ആൻഡ് u2 ഡാഷ് വിൽ ബി എന്തായിരിക്കും, u2 ഡാഷ് എന്ന് പറയുന്നത് അവിടുത്തെ ഫൈനൽ വെലോസിറ്റി, സോറി ഇനിഷ്യൽ വെലോസിറ്റി തന്നെയാണ് ഏതിന്റെയാണ്, m2 മാസിന്റെ. ഒന്നുകൂടി പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു. ഓക്കെ. ടാർഗറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പാർട്ടിക്കിൾ അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടിനും അതിൻ്റെതായ രീതിയിൽ ഇനിഷ്യൽ വെലോസിറ്റീസ് അവിടെ ഉണ്ട്. സെന്റർ ഓഫ് മാസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യാതെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ m1 മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u1 ആണ്. m2 മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി അവിടെ എന്താണ്, അതവിടെ u2 ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇത് ബിഫോർ കൊളിഷന്റെ കാര്യമാണ്. ഓക്കെ. ബിഫോർ കൊളിഷൻ, കൊളിഷന് മുൻപ് നടക്കുന്ന പ്രോസസ്സ്. ഇനി കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, ആഫ്റ്റർ കൊളിഷൻ. അപ്പോൾ കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്താ നടക്കുന്നത്, ഈ കൊളിഷൻ പ്രോസസ് നടന്നതിന് ശേഷം ഇവിടുത്തെ വെലോസിറ്റീസ് എന്ത് ചെയ്യാം, ഇവരുടെ വെലോസിറ്റീസ് അവിടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ വെലോസിറ്റീസ് ചേഞ്ച് ചെയ്ത് അതിന്റെ വെലോസിറ്റി നമുക്ക് അവിടെ m1 മാസുള്ളതിന്റെ വെലോസിറ്റി v1 ഡാഷ് ആയിട്ടും അടുത്ത m2 മാസുള്ളതിന്റെ വെലോസിറ്റി അവിടെ v2 ഡാഷ് ആയിട്ട് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടുത്തെ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഇതിന്റെ സെന്റർ ഓഫ് മാസിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു കൊളിഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ അവര് സെന്റർ ഓഫ് മാസ് നമുക്ക് അവിടെ കൺസെപ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഈ ഒരു സെന്റർ ഓഫ് മാസിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒറിജിൻസ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ, അതായത് അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. ഓക്കെ. ഈ ഒരു പോയിന്റോട് സെന്റർ ഓഫ് മാസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 2 വെലോസിറ്റീസിൽ, ഓക്കെ, 2 വെലോസിറ്റീസിൽ വന്ന് എന്ത് ചെയ്യുന്നു, ഇത് തമ്മിൽ ഹിറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നേരത്തെ ഞാൻ വരച്ച പോലെ തന്നെ ഇപ്പോൾ ഇത് ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം. ഓക്കെ. 2 പാർട്ടിക്കിൾ സിസ്റ്റം. അപ്പോൾ ഇവിടെ സെന്റർ ഓഫ് മാസ് ഇവിടെ ഇരിക്കുവാണ്. ഓക്കെ. അപ്പോൾ ഈ 2 പാർട്ടിക്കിൾസ് നേരെ ഇങ്ങനെ വന്ന് കൊളൈഡ് ചെയ്യുവാണ് കേട്ടോ. പരസ്പരം വന്ന് കൂട്ടിമുട്ടുന്നു. രണ്ടുപേരും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതാണ് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഒരു ലയൺ, അതിന്റെ ഇവിടെയാണ് സെന്റർ ഓഫ് മാസ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിന്റെ അടുത്ത് 2 സൈഡിലായിട്ട് 2 പാർട്ടിക്കിൾസ് ഇങ്ങനെ വെച്ചു. ഓക്കെ. പാർട്ടിക്കിൾസ് ഇവിടെ വയ്ക്കാം. ഒരു പാർട്ടിക്കിൾ ഇവിടെയും പ്ലേസ് ചെയ്യുന്നു, നെക്സ്റ്റ് ഒരു പാർട്ടിക്കിൾ ഇവിടെയും പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരുടെയും സെന്റർ ഓഫ് മാസ് ഇവിടെ ആയിരിക്കും. ഓക്കെ. ഈ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കേസിൽ. അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, സോറി, ഇങ്ങനെ മൂവ് ചെയ്ത് വരും കണ്ടോ, മൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്ത് വരുന്നുണ്ട്.
രണ്ടുപേരും വരുന്നു. അപ്പോൾ രണ്ടുപേർക്കും എന്ത് ചെയ്തു വെലോസിറ്റി കിട്ടും. അപ്പോൾ ഒന്നിന്റെ വെലോസിറ്റി ആണ് ഞാൻ നേരത്തെ എഴുതി എന്തെന്ന് അതവിടെ u1 എന്ന് കൊടുത്തു ഇനിഷ്യൽ വെലോസിറ്റി. അടുത്തതിന്റെ വെലോസിറ്റി എന്ത് ചെയ്തു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് നമുക്കിവിടെ u2 എന്ന് കൊടുക്കാം. ഓക്കെ u2 രണ്ടും സെയിം വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു. ഈ സെന്റർ ഓഫ് മാസ് ഒരിക്കലും മാറത്തില്ല. ഇവിടെ ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നാൽ സെന്റർ ഓഫ് മാസ് ഇവിടെ തന്നെ ആയിരിക്കും. ഓക്കെ സെന്റർ ഓഫ് മാസ് സെന്ററിൽ തന്നെ പോയിന്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് നേരെ വന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്ന് കൊളൈഡ് ചെയ്യും ഇവർ തമ്മിൽ സ്കാറ്റർ ചെയ്യും എന്ത് ചെയ്യും ഒന്ന് ഇങ്ങോട്ടും ഒരു എന്ത് ചെയ്യും സ്കാറ്റർ ചെയ്ത് പോകും. ആ ഒരു സമയത്ത് m2 മാസുള്ളതിന്റെ വെലോസിറ്റി അവിടെ v2 ആയിരിക്കും v2 ഡാഷ് ആയിരിക്കും. m1 മാസുള്ളതിന്റെ വെലോസിറ്റി അവിടെ v1 ഡാഷ് ആയിരിക്കും. ഓക്കെ ഇങ്ങനെയാണ് ആ വെലോസിറ്റീസ് അവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ സെന്റർ ഓഫ് മാസ് എങ്ങനെ എടുക്കാൻ പറ്റും സെന്റർ ഓഫ് മാസ് ദാറ്റ് ഈസ് m1 m2 മാസുള്ള പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് m1 r1 ആണ് സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് m2 r2 ആയിരിക്കും. ഓക്കെ m1 r1 ഇസ് ഈക്വൽ ടു m2 r2 ആയിരിക്കും. കാരണം ഇതിൽ ആ ഒരു മൈനസ് സൈൻ കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ കേസിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുന്നത് ഇവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ ഓപ്പോസിറ്റ് സൈഡ്സിലാണ് എന്ത് ചെയ്യുന്നത് ഇവരിവിടെ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ കൊളിഷൻ കഴിയുന്ന സമയത്ത് വന്ന് തട്ടുന്നു ഇവിടെ സെന്റർ ഓഫ് മാസ് എത്തുമ്പോൾ ഇവർ പരസ്പരം കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇവിടെ ഒരു സ്കാറ്ററിംഗ് ആംഗിൾ ഫോം ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ഒരു സ്കാറ്ററിംഗ് ആംഗിളിന് ഈ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ സ്കാറ്ററിംഗ് ആംഗിളിന് ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ നമുക്ക് തീറ്റ എന്ന് പറയുന്ന ഒറ്റ സ്കാറ്ററിംഗ് ആംഗിളേ കിട്ടത്തുള്ളൂ. രണ്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ രണ്ട് മാസസും സെയിം ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ഓക്കെ അപ്പോൾ നേരത്തെ നമുക്ക് ആൽഫ എന്നും ഫൈ എന്നും രീതിയിൽ രണ്ട് സ്കാറ്ററിംഗ് ആംഗിൾ കിട്ടി. കാരണം എന്തായിരുന്നു അവിടെ ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലായിരുന്നു. ഓക്കെ രണ്ടും ഒരേ സ്പീഡിലൊന്നും വന്നുകൊണ്ടിരുന്നവരല്ല, ഒന്ന് റെസ്റ്റിലായിരുന്നു മറ്റൊന്ന് ഹിറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വന്ന് ഇടിക്കുന്നതിന് എന്ത് ചെയ്യുക കുറച്ചൊരു പവർ ആണ് അതൊരു സൈഡിലോട്ടും മറ്റൊന്ന് വേറൊരു സൈഡിലോട്ടും എന്ത് സ്കാറ്റർ ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ രണ്ട് ആംഗിൾസ് വന്നത്. പക്ഷേ ഇവിടുത്തെ കേസ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒറ്റ ആംഗിളേ വരുന്നുള്ളൂ. ഇത് രണ്ടുപേരും ഒരേ സമയത്ത് വരുന്ന ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് ഒരു സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ഒറ്റ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് മാത്രമേ അവിടെ സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത് കമ്പാരിസൺ ബിറ്റ്വീൻ എന്ന രീതിയിൽ ചിലപ്പോൾ ചോദിക്കുന്നതല്ല നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക അങ്ങനെ. ഓക്കെ കമ്പാരിസൺ ബിറ്റ്വീൻ ലബോറട്ടറി സിസ്റ്റം ആൻഡ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം. ഓക്കെ അത് ഞാൻ എൻ്റെ നോട്ട്സ് ഉണ്ടെന്നോ ഞാനത് നോക്കിയിട്ട് അയച്ചു തരാം. നോട്ട്സിൽ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിരിക്കാം. സൈറ്റിൽ നോട്ട്സ് അതില്ല, എല്ലാവരും നോട്ടിലാണുള്ളത്. ഓക്കെ ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും നോക്കിയിട്ട് സെൻഡ് ചെയ്തിരിക്കാം ക്ലിയർ ചെയ്തിട്ട്. ഓക്കെ അപ്പോൾ അതിൽ കമ്പാരിസൺ ബിറ്റ്വീൻ സെന്റർ ഓഫ് മാസ് സിസ്റ്റം ആൻഡ് ലബോറട്ടറി സിസ്റ്റം എന്ന രീതിയിൽ ഇങ്ങനെ ടാബ്ലർ കോളം പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് സ്കാറ്ററിംഗ് ആംഗിൾ എത്രയേ ഉള്ളൂ തീറ്റ മാത്രമേ ഉള്ളൂ. മറ്റേ തന്നെ രണ്ട് ആംഗിൾസ് വന്നത് ഫൈ എന്നും ആൽഫ എന്നും. ഓക്കെ ഇനി നമുക്കപ്പോൾ ഈ ഒരു സെന്റർ ഓഫ് മാസിന്റെ കേസ് നോക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊളീനിയർ മോഷൻ ആണ്. ഓക്കെ ഈ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ് ഒരു കൊളീനിയർ മോഷൻ ആണ്. ഓക്കെ ലീനിയർ മോഷൻ ലീനിയർ സ്ട്രൈറ്റ് ലൈൻ വന്ന് മീറ്റ് ചെയ്ത് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് ഒരു കൊളീനിയർ മോഷൻ ആണ്. അതുപോലെ തന്നെ ഇത് ഏകദേശം സെയിം ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത് പാത്താണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നേരെ വന്ന് മീറ്റ് ചെയ്യുന്നു, പരസ്പരം വന്ന് മീറ്റ് ചെയ്യുന്നു. അടുത്ത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു സ്കാറ്റർ ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റഡീസ് കുറച്ചുകൂടി എന്താണ് ഈസിയാണ്. ഓക്കെ മറ്റൊരു നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ വരാം. കാരണം മാസിന്റെ കേസ് അനുസരിച്ച് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആൽഫ എന്നും ഫൈ എന്നും രണ്ട് ആംഗിൾസ് അവിടെ വരാം. ഓക്കെ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് സ്റ്റഡി ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടി ടഫാണ്. ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യണം ഈ സ്റ്റഡീസ് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ സ്റ്റഡീസ് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് ഈസിയാണ്. ഓക്കെ അപ്പോൾ കമ്പാരിസൺ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ എഴുതാം. ഓക്കെ ഇനി അപ്പോൾ ഇതിൽ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എടുക്കുന്നു. ഓക്കെ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് കൂടി നമ്മൾ എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് കൊളിഷൻ എടുക്കുന്നതെങ്കിൽ അവരുടെ മാഗ്നിറ്റ്യൂഡ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും എനർജി പാർട്ടിക്കിൾസിന്റെ എനർജി എന്തായിരിക്കും സെയിം ആയിരിക്കും. കൊളിഷന് ശേഷവും കൊളിഷന് ബിഫോറും എന്തായിരിക്കും സെയിം ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർ തമ്മിൽ എന്താണ് ഇവരുടെ വെലോസിറ്റിയും സെയിം ആണ്. അതുപോലെ തന്നെ ഇവരുടെ എനർജീസ് എന്തായിരിക്കും സെയിം ആയിരിക്കും. ഓക്കെ അതുകൊണ്ടാണ് വന്ന് ഫിക്സ് ചെയ്ത് രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നത് ഒരേപോലെ അത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അത് ഇലാസ്റ്റിക് കൊളിഷന്റെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് കൂടി നോക്കാം. ഇനിലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ഓക്കെ ഇനിലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ഈ ഒരു ഇനിലാസ്റ്റിക് പ്രോസസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഓക്കെ അപ്പോൾ സ്കാറ്ററിംഗ് എന്ത് ചെയ്യും ചെറിയൊരു ഡീവിയേഷൻസ് വരാം. എന്നാൽ എന്തായിരിക്കും അതൊരു കൊളീനിയർ മോഷൻ ഒക്കെ ആയിരിക്കും. പക്ഷേ സ്കാറ്ററിംഗ് സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആംഗിൾസിലൊക്കെ ചെറിയ വേരിയേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും അതിനവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ ഇലാസ്റ്റിക് ആണെങ്കിൽ അവിടെ എന്തെല്ലാം മാഗ്നിറ്റ്യൂഡിൽ വെലോസിറ്റി മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ എനർജി പാർട്ടിക്കിൾസിന്റെ എനർജി അവിടെ സെയിം ആയിരിക്കും. ഇനിഷ്യലി ഒരു
ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ചെറിയ വേരിയേഷൻസ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതില് ഇതാണ് ഏകദേശം ഒരു സെന്റർ ഓഫ് മാസിനെ കുറിച്ച് നമുക്ക് ഇവിടെ പറയേണ്ടി വരുന്നത്. ഓക്കെ, സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ഇവിടെ വരുന്നത്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഒരു ലാബ് സിസ്റ്റം, ഓക്കെ, ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം നോക്കുമ്പോൾ linear moment of the center of mass of the two body is not zero, but in this case of the center of mass system it is zero. അതായത് ലീനിയർ മൊമെന്റം, ഓക്കെ, ലീനിയർ മൊമെന്റം ലാബ് സിസ്റ്റത്തിൽ എന്തല്ല, സീറോ അല്ല. ഓക്കെ, ലബോറട്ടറി സിസ്റ്റത്തിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ലീനിയർ മൊമെന്റം സീറോ അല്ല. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണ്? ഇവിടുത്തെ കേസ് നമുക്ക് അവിടെ ഈക്വൽ ടു സീറോ ആണ്. കാരണം ഇത് ഈക്വൽ ടു സീറോ ആവാൻ കാരണം രണ്ടും ഈക്വൽ ഓപ്പോസിറ്റും ആണ്. കണ്ടോ, ഒരേ ഡയറക്ഷനിലാണ് ഒന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് കൊളൈഡ് ചെയ്ത് മൊമെന്റ് അവിടെ സീറോ, അങ്ങനെയാണ് സീറോ ആയിട്ട് പോകുന്നത്. ഓക്കെ, അതായത് മൊമെന്റ് ഇല്ല എന്നല്ല, ഇവര് ഈക്വലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് കൊളൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ മൊമെന്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ഓക്കെ, പാർട്ടിക്കിൾസിന്റെ മൊമെന്റം, ലീനിയർ മൊമെന്റ് ഈക്വൽസ് ആയിരിക്കും, പ്ലസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിൽ അത് സീറോ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചേക്കുക. ഇതൊരു കമ്പാരിസൺ ആയിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഗൈഡിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, പക്ഷെ ഇതൊരു ശരിക്കും മെയിൻലി എന്താണ്, ഒരു കമ്പാരിസൺ ആണ്. അതായത് ഇനിഷ്യൽ വെലോസിറ്റിയുടെ കാര്യവും ഫൈനൽ വെലോസിറ്റിയുടെ കാര്യവും അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്താണ് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ലബോറട്ടറി സിസ്റ്റത്തിലും സെന്റർ ഓഫ് മാസ് സിസ്റ്റമായിട്ട് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. ആംഗിൾസിന്റെ കാര്യവും വെലോസിറ്റിയുടെ കാര്യമൊക്കെ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. ലീനിയർ മൂവ്മെന്റ് സീറോ ആണെന്നും സീറോ അല്ലാത്തതൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു കേസും അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം. ഇതിന്റെ ഫസ്റ്റ് കേസ് ഒരു പ്രിലിമിനറി പോലെ നമുക്ക് പറയണ്ട. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് അടുത്ത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇക്വേഷൻ ഫോർ ഫൈ ആൻഡ് തീറ്റയുടെയും ഫൈയുടെയും കേസിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. ദെൻ ലബോറട്ടറി സിസ്റ്റത്തിലും സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിലും കൈനറ്റിക് എനർജിയുടെ വാല്യൂസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിലും അല്ലെങ്കിൽ ലബോറട്ടറി സിസ്റ്റത്തിലും വരുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് നോക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി. നോക്കാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലബോറട്ടറി സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളൊരു ലബോറട്ടറി സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? ലബോറട്ടറി സിസ്റ്റത്തിന് സെന്റർ ഓഫ് മാസ് വരാം, ഞാനത് പറയാൻ പറ്റുപോയി. ഇതിനകത്ത് ഈ ഒരു ലബോറട്ടറി സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോഴും ഇവിടെ ഇപ്പോൾ M1 ഒരു മാസ് ഉണ്ട്, ഇവിടെ M2 മാസ് ഉണ്ട്. ഇതിനും എന്ത് ചെയ്യാം? ഇവിടെ ആയിട്ടൊരു സെന്റർ ഓഫ് മാസ് വരാം. ഓക്കെ, ഇവിടെ ലബോറട്ടറി സിസ്റ്റത്തിന് സെന്റർ ഓഫ് മാസ് ഇല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. സെന്റർ ഓഫ് മാസ് ഏതൊരു സിസ്റ്റം എന്ത് ചെയ്യും? സെന്റർ ഓഫ് മാസ് അവിടെ വരും. അപ്പോൾ അതിനും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ലാബ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റി മീൻസ് അവിടെ ആക്സിലേഷൻ വരുന്നില്ല. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് വെച്ച് കഴിഞ്ഞാൽ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോർഡിനേറ്റുകൾ നമ്മൾ എന്ത് പറയുന്നത്? ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. നമ്മൾ ഒരു ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ഒരു കാര്യം, ഈ ഒരു ഇനർഷ്യൽ ഫ്രെയിമിനെ കുറിച്ച്. ഇനി ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന ആ ഒരു സെക്ഷൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ എന്താണ് ഇനർഷ്യൽ ഫ്രെയിംസ്, എന്താണ് നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ഗലീലിയൻ ന്യൂട്ടോണിയൻ ഫ്രെയിംസും ഉണ്ട്, നോൺ ന്യൂട്ടോണിയൻ അല്ലെങ്കിൽ നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസും ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, പറഞ്ഞിട്ടില്ല, നമുക്ക് ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ ഒരു ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ന്യൂട്ടന്റെ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ന്യൂട്ടന്റെ ലോസ് എല്ലാം ഒബേ ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിൽ അത് ഒന്നുകിൽ എന്തായിരിക്കും? റെസ്റ്റിംഗിലായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്ത് പോവേണ്ട ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒരിക്കലും ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഒരിക്കലും ആക്സിലറേറ്റ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഫ്രെയിംസ് നമ്മൾ എന്ത് പറയും? ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയും.
അപ്പൊ ഇവിടത്തെ കേസ് നോക്കുമ്പോഴും ഒരു ലാബ് സിസ്റ്റം വെച്ച് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലാബ് സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആക്സിലേഷൻ ഇല്ല. അത് നമുക്ക് എന്ത് പറയാം, അതിനെ ഒരു ഇനർഷ്യൽ ഫ്രെയിം ആയിട്ട് നമുക്ക് ഇവിടെ അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ പൊസിഷൻ കോർഡിനേറ്റ്, ഓക്കെ, ലാബ് സിസ്റ്റത്തില് നേരത്തെ നമ്മൾ കമ്പാരിസണിലേക്ക് പഠിച്ചത് വെലോസിറ്റിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഒക്കെ. അപ്പൊ അതുപോലെ അടുത്ത് ഇനി നമ്മൾ പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ വെലോസിറ്റിയുടെയും കമ്പാരിസൺ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ ലാബ് സിസ്റ്റം ബേസ് ചെയ്ത് നോക്കുമ്പോൾ, ഓക്കെ, ലാബ് സിസ്റ്റം നോക്കുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി പൊസിഷൻ കോർഡിനേറ്റ് R1 ആൻഡ് R2 ആണ്. ഓക്കെ, R1 R2 ആണ് ലാബ് സിസ്റ്റത്തിന്റെ പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളൊരു സെന്റർ ഓഫ് മാസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു CM സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് കിട്ടും, വേറൊന്നുമില്ല, നമ്മളൊരു R1 ഡാഷ് എന്ന് R2 ഡാഷ് എന്ന് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതിയാവും. ഓക്കെ, ദാറ്റ് ഈസ് R1 ഡാഷ് ആൻഡ് R2 ഡാഷ്. ഓക്കെ, R1 ഡാഷ് എന്ന് R2 ഡാഷ് എന്ന് കൊടുക്കാം. അപ്പൊ ലാബ് സിസ്റ്റത്തിന്റെ പൊസിഷൻ കോർഡിനേറ്റും ആയിട്ടുണ്ട്, സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിന്റെ പൊസിഷൻ കോർഡിനേറ്റ് നമുക്ക് അവിടെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു രണ്ട് കോർഡിനേറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രണ്ട് കോർഡിനേറ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഗെല്ലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഓക്കെ സർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുവാണ് എന്താണ് ഇനർഷ്യൽ ഫ്രെയിംസ് അല്ലെങ്കിൽ എന്താണ് നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്ടന്റെ എല്ലാ ലോസും ഒബേ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഫ്രെയിംസിനാണ് എന്ത് പറയുന്നത്, ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനർഷ്യൽ സ്പെല്ലിംഗ് കറക്റ്റാണെന്നോ, INERTIA. ഓക്കെ, INERTIA. ഓക്കെ, ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയും. അതെല്ലാം ന്യൂട്ടന്റെ ലോസ് എല്ലാം എന്ത് ചെയ്യും, ന്യൂട്ടന്റെ ലോസ് എല്ലാം ഒബേ ചെയ്യും. അപ്പോൾ അതാണ് ഇനർഷ്യൽ ഫ്രെയിംസ്. ഇനി നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് ഉണ്ട്. നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ന്യൂട്ടന്റെ ലോസ് ഒന്നും അവിടെ ഒബേ ചെയ്യുന്നില്ല. അതെല്ലാം ആക്സിലേറ്റഡ് ഫ്രെയിംസ് ആണ്. ഓക്കെ, ഇതെല്ലാം ആക്സിലേഷൻസ് ഉള്ള ഫ്രെയിം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉള്ള ഫ്രെയിംസിനാണ് എന്ത് പറയുന്നത്, നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇനർഷ്യൽ ഫ്രെയിംസ് എല്ലാം എന്തായിരിക്കണം, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആക്സിലേഷൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒന്നുകിൽ റെസ്റ്റിലായിരിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ ആക്സിലേഷൻ വരത്തില്ല. അപ്പൊ അത്തരം ഫ്രെയിംസ് നമുക്ക് എന്ത് പറയാം, നമുക്ക് അവിടെ ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് ഫ്രെയിംസുകൾ തമ്മിലുള്ള ഇത്. ഓക്കെ, രണ്ട് ഫ്രെയിംസ്, ഇനർഷ്യൽ ഫ്രെയിംസും നോൺ ഇനർഷ്യൽ ഫ്രെയിംസും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പഠിക്കുന്ന ലോറൻസ് ഫ്രെയിംസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, ലോറൻസ് ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ അതിന് ആ ഒരു സെക്ഷനൊക്കെ എന്ന് പറയുന്നത് നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് ആണ്. കാരണം നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ അവിടെ നമ്മൾ പഠിക്കുന്ന സ്പീഡ് ഓഫ് ലൈറ്റിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, അവിടെ ആക്സിലേഷൻസ് ഉള്ള ഫ്രെയിംസ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം യൂസ് ചെയ്യുന്നതെല്ലാം എന്താണ്, നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇനി ഇത് ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ചിട്ട്. ഇനി ഇതിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉണ്ട്. അതായത് രണ്ട് ഫ്രെയിംസുകൾ തമ്മിൽ. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ലാബ് സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചാൽ ഒരു ഫ്രെയിമും ഈ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫ്രെയിമും. ഓക്കെ, നമ്മൾ എവിടെ നിന്നാണ് ഒബ്സർവേഷൻ നടത്തുന്നത് അതിന് നമ്മൾ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് എടുക്കും. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, അതൊരു ഫ്രെയിം ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ എന്ത് പറയുന്നത്, ഫ്രെയിംസ് എന്ന് പറയുന്നത്, ആക്സിസുകളാണ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഡിഫറെന്റ് ഫ്രെയിംസ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ് നമ്മൾ എന്ത് പറയും, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു ഫ്രെയിമിൽ ഉള്ളതിനെ മറ്റൊരു ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അതാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സിസ്റ്റത്തിലുള്ളതിന്, ഓക്കെ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ വർക്ക് ചെയ്യുന്നത് നോൺ ഇനർഷ്യൽ ഫ്രെയിംസിലാണ്. ഓക്കെ, നോൺ ഇനർഷ്യൽ ഫ്രെയിംസിലാണ് എന്ത് ചെയ്യുന്നത്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുന്നത്. ഇനർഷ്യൽ ഫ്രെയിംസ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ അത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റീസിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ന്യൂട്ടണിയൻ മെക്കാനിക്സ് പ്രകാരമുള്ള നോൺ ഇനർഷ്യൽ ഫ്രെയിംസിലും, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആ ഒരു സെക്ഷനാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ഓർപ്പിച്ച് പറയുകയാണ്, നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് രണ്ട് ഫ്രെയിംസ് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ആവശ്യം, നമുക്ക് ഇവിടെ രണ്ട് ഫ്രെയിംസ് ഇരിക്കണം. അപ്പോൾ രണ്ട് ഫ്രെയിംസ് നമുക്ക് പരസ്പരം എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവർ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കണക്ഷൻ ഇക്വേഷൻ അറിയണം. അതായത് ഇവർ രണ്ട് എന്ത് ചെയ്യണം, നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്കൊരു ഡെറിവേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ
ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പ്രകാരം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇത് ഒരു കോർഡിനേറ്റ്, ഇത് മറ്റൊരു കോർഡിനേറ്റ്. ഓക്കെ, ഈ രണ്ട് കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനിപ്പം ഞാനിവിടെ x1 y1 z1 എന്ന് എടുക്കുന്നു. ഇത് ഞാൻ സെക്കൻഡ് കോർഡിനേറ്റ് ആയതുകൊണ്ട് y2 x2 ആൻഡ് z2 എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യം എനിക്ക് ഇവിടെ എന്തിനാ ഒബ്സർവ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കണക്ഷൻ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസിനകത്ത് കുറച്ച് കണക്ഷൻ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് x1 is equal to x2 plus vt. ഓക്കെ, ഈ v എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള വെലോസിറ്റി ആണ്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു? ഈ ഒരു ഫ്രെയിമോട് വെലോസിറ്റി v വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവരിങ്ങനെ പരസ്പരം ഒരു വെലോസിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ v എന്ന് പറയുന്നത്. അപ്പോൾ x1 is equal to x2 plus vt എന്നാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആ ഒരു കണക്ഷൻ ഇക്വേഷൻ വരുന്നത്. ബാക്കി കോർഡിനേറ്റ് എല്ലാം അതുപോലെ തന്നെ എഴുതേണ്ടി വരും. y1 is equal to y2 എന്നും z1 is equal to z2 എന്നും ആൻഡ് t1 is equal to t2 എന്ന് എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് എന്താണ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് പറയുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ആവശ്യം ഈ ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, അതായത് ഒന്നാമത്തെ കോർഡിനേറ്റിനെ രണ്ടാമത്തെ കോർഡിനേറ്റിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് എന്താണ്? ആ x1 is equal to x2 plus vt. ഇവിടെ x എന്ന് പറയുന്നത് ഇവിടുത്തെ പൊസിഷൻ കോർഡിനേറ്റ് ആണ്. കണ്ടോ, ഈ ഒരു പൊസിഷൻ കോർഡിനേറ്റ്, ഇവിടുത്തെ പൊസിഷൻ കോർഡിനേറ്റ് x2. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ലാബ് സിസ്റ്റത്തിനെയും സെന്റർ ഓഫ് മാസ് സിസ്റ്റത്തിനെയും പരസ്പരം നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ x1 പകരം നമുക്കിവിടെ r1 r2 ഒക്കെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു റിലേഷൻ എന്ത് ചെയ്യണം? ഇവിടെ കണക്ട് ചെയ്യണം. r1 ഈ ഒരു രണ്ട് കോർഡിനേറ്റുകൾ. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? r1 which will be equal to r1 dash. ഓക്കെ, r1 dash പ്ലസ് എന്ത് വരും? ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി അവിടെ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് vt എന്നാണ്. ഓക്കെ, vt വെലോസിറ്റി. ഓക്കെ, vt വെലോസിറ്റി എന്ത് ചെയ്യും? നമുക്ക് അവിടെ കിട്ടുന്നത് vt വെലോസിറ്റി കിട്ടി. ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ r2ന്റെ കേസ് ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണത്തിനെ നമുക്ക് അവിടെ റിലേറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, r2. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് r2 will be equal to, that is we are getting r2 dash. Okay, r2 dash plus vt. ഓക്കെ, അപ്പോൾ ഈ ടി എന്ന് വെച്ചാൽ എന്താ? ടി എന്ന് വെച്ചാൽ ടൈമാണ്. ഓക്കെ, ഇവിടുത്തെ ടൈം, രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള ആ ഒരു ടൈമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടൈമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ രണ്ടിനെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ രണ്ട് ഇക്വേഷൻ 1 ആയിട്ടും ഇതിനെ ഇക്വേഷൻ 2 ആയിട്ടും എടുക്കുന്നു. ഓക്കെ, ദിസ് വിൽ ബി ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് ഞാൻ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് 2നെ സബ്ട്രാക്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് r1 മൈനസ് r2 ചെയ്യുന്നു. ഓക്കെ, r1 മൈനസ് r2 വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. വിയും വിറ്റിയും ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി കിട്ടുന്നത് എന്തായിരിക്കും? r1 ഡാഷ് മൈനസ് r2 ഡാഷ് ആണ്. ഓക്കെ, മുകളിലെല്ലാം വെക്റ്റർ സിമ്പിൾ ഉണ്ട്, കൊടുത്തോളൂ അത് വെക്റ്റർ സിമ്പിൾസ്. ഓക്കെ, എല്ലാത്തിലും ഉണ്ട്, പൊസിഷൻ വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത് ഈ പൊസിഷന്റെ കേസിലാണ് എന്ത് ചെയ്തത്? ഈ ഒരു റിലേഷൻ കിട്ടിയത്. ഓക്കെ, പൊസിഷന്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ റിലേഷൻ അവിടെ എടുത്തിരിക്കുന്നത്. ഇത് പൊസിഷന്റെ കേസിൽ കിട്ടിയ റിലേഷൻ ആണ്. ഇനി ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പൊസിഷൻ വെക്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്താണ് ഈ ഒരു റിലേഷൻ r1 മൈനസ് r2 ഇസ് ഈക്വൽ ടു r1 ഡാഷ് മൈനസ് r2 ഡാഷ് എന്ന് പറയുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? വെലോസിറ്റീസ് നമുക്ക് അവിടെ റിലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ വെലോസിറ്റി റിലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇതേപോലത്തെ ഇക്വേഷൻ കൊടുത്താൽ മതി. അതായത് u1, അതായത് ഒന്നാമത്തെ കോർഡിനേറ്റ് കേസ്. ഓക്കെ, u1 വാല്യൂ u1 വിച്ച് വിൽ ബി ഈക്വൽ ടു u1 dash. ഓക്കെ, u1 dash പ്ലസ് v. അതുപോലെ തന്നെ u2ന്റെ വാല്യൂ എന്തായിരിക്കും? ആൻഡ് u2 വിൽ ബി, ഇവിടെ ടി കൂടി ഉണ്ട് കേട്ടോ, ടി. u2 വിൽ ബി ഈക്വൽ ടു u2 dash. ഓക്കെ, u2 dash പ്ലസ് vt എന്ന് കിട്ടും. ഓക്കെ, u2 dash പ്ലസ് vt തമ്മിൽ സബ്ട്രാക്ട് റിലേഷൻ കിട്ടും. u1 മൈനസ് u2 will be equal to u1 dash minus u2 dash. Okay, u1 dash minus u2 dash എന്ത് ചെയ്യും? നമുക്ക് അവിടെ കിട്ടുന്ന റിലേഷൻസ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്തത്? ഇത് നമ്മൾ ചെയ്തത്.
ഇനി ഇതില് ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്തു. ലാബ് സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ലാബ് സിസ്റ്റത്തിന്റെ കേസിൽ U2ന്റെ വാല്യൂ, U2 എന്തായിരുന്നു? ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ? U2 എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു കേസിൽ നമുക്ക് വന്ന U2 കണ്ടോ, ഈ ഒരു 0 നമ്മൾ പറഞ്ഞിരുന്നു. എന്ത് ചെയ്തു? M2 മാസ് റെസ്റ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, കൊളിഷന് മുന്നേ അത് റെസ്റ്റിലാണ്. അപ്പൊ അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് U2 എന്ത് ചെയ്യാം? 0 ആയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളത് 0 ആയിട്ട് കൊടുത്താൽ അത് M2 മാസിന്റെ വെലോസിറ്റി ആയ ഇനിഷ്യൽ വെലോസിറ്റി ആയ U2, M2 മാസിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആയ U2 ഞാൻ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചേഞ്ച് ആവും? ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ വിൽ ചേഞ്ചസ് ടു, ഇവിടെ U2 0 ആവുന്നുണ്ട്. U2 0 ആയി കഴിഞ്ഞാൽ the equation will changes to U2 dash plus V will be equal to 0. Okay, your relation will be equal to 0, or U2 dash എന്തെന്ന് കിട്ടാം? U2 dash will be equal to minus V എന്ന് കിട്ടും. ഓക്കെ, U2 dash will be equal to minus V എന്നാണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ആൻഡ് ഇത് നമ്മൾ മുകളിലത്തെ ഈ ഒരു ഇക്വേഷനിൽ കൂടി കൊടുക്കുമ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ U2 ഡാഷിന്റെ വാല്യൂ ഇവിടെ കൊടുക്കാമല്ലോ. U2 dash minus V എന്ന് കിട്ടാം. That is, we are getting U1 will be equal to U1 minus U2 dash. Okay, U1 minus U2 dash, and V1 is equal to V1 dash plus V എന്ന് കിട്ടാം. And V2 is equal to V2 dash, ഇത് ഡാഷ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഡാഷ് പ്ലസ് V എന്ന് കിട്ടും. ഓക്കെ, V. ആൻഡ് ഇത് ഇവർ തമ്മിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മൾ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റീസ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി റിലേഷൻ എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി V1, ഫൈനൽ വെലോസിറ്റി V1 minus V2, V1 minus V2, which will be equal to V1 dash minus V2 dash എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ കിട്ടിയ റിലേഷൻ. ഞാൻ ഒന്നുകൂടി റിലേഷൻ എടുത്ത് എഴുതി തരാം, ഇതിനകത്ത് മാറ്റി എഴുതരാം. ഓക്കെ, ഇപ്പോൾ കിട്ടിയ റിലേഷൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെയും ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻസ് ആണ് നോക്കിയത്, ആ ഒരു ലാബ് കോർഡിനേറ്റിലും സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റിലും. അപ്പോൾ നമുക്ക് അവിടെ ആദ്യം കിട്ടിയ റിലേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ആറിന്റെ റിലേഷൻ ആയിരുന്നു. R1 minus R2, R1 minus R2, which will be equal to R1 dash minus R2 dash. ഓക്കെ, ഒന്നാമത്തെ റിലേഷൻ. ഇനി ഇതേപോലെ തന്നെ അടുത്ത് കിട്ടിയ റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ വെലോസിറ്റിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂസ് ആയിരുന്നു. ഇനിഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂസിൽ നമുക്ക് അവിടെ U2 0 ആയതുകൊണ്ട് തന്നെ അവിടെ ആകെ നമുക്ക് U1ന്റെ വാല്യൂ വന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് U1 which will be equal to എന്തായിരുന്നു? U1 dash minus U2 dash ആയിരുന്നു. ഓക്കെ, റിലേഷൻ. അടുത്ത ഫൈനൽ വെലോസിറ്റീസ് രണ്ടും ഉണ്ട്. ഫൈനൽ വെലോസിറ്റി വരുമ്പോൾ V1 minus V2, V1 minus V2, which will be equal to V1 dash minus V2 dash ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു റിലേഷൻസ്. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ്സ് ആൻഡ് വെലോസിറ്റീസ്. ഓക്കെ, രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെയും വെലോസിറ്റിയുടെയും റിലേഷൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ബാക്കി ടോപ്പിക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.